രത്നാകരൻ രത്നാകരൻ അങ്ങനെ രത്നാകരൻ എന്നായിരുന്നു പേര്. എന്നിട്ട് ആ പേര് മാറ്റി എന്നിട്ട് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കർക്കിടക ഒന്നിനെടുത്ത വീഡിയോ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. അപ്പോൾ കുറച്ച് പാലക്കാടൻ കർക്കിടക വിശേഷം കേട്ടാലോ. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നതാണ്. പക്ഷേ എന്താ ചെയ്യുക, നല്ല മഴയായിരുന്നു കേട്ടോ. എന്നാൽ ഞാൻ വിചാരിച്ചു കുറച്ച് മുക്കൂറ്റിയൊക്കെ അരച്ച് തൊട്ടാലോ എന്ന്. പെരുമ്പാവൂര് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പാലക്കാട് ഈ മുക്കൂറ്റി അരച്ച് തൊടലൊന്നും ഇല്ല കേട്ടോ. പാലക്കാട് സ്പെഷ്യൽ എന്താണെന്നറിയോ, തലേ ദിവസം ഇങ്ങനെ കൈ നിറയെ മൈലാഞ്ചി ഇടുക, പിന്നെ രാവിലെ തന്നെ ചിക്കനും കുമ്പളങ്ങയും ഒക്കെ ചേർത്ത് നല്ല ദോശയൊക്കെ കഴിക്കുക. ഇതാട്ടോ ഇവിടുത്തെ ചടങ്ങ്. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും ചേർന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മുക്കൂറ്റിയൊക്കെ അരച്ച് തൊടാമെന്ന് കരുതി. ആശുക്കുട്ടൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ആശുക്കുട്ടൻ ആദ്യമൊന്നും മുക്കൂറ്റി തൊടാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആളൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ഞങ്ങൾ കൈ നിറയെ മൈലാഞ്ചിയൊക്കെ ഇട്ടു. നല്ല ചോന്നിട്ടില്ലേ. ഇനി നമുക്ക് നല്ല കുമ്പളങ്ങയും ചിക്കൻ കറിയും വെച്ചാലോ. അപ്പോൾ ഇവിടെ വെക്കുന്ന ഒരു രീതി ആട്ടോ ഈ കാണിക്കുന്നത്. അമ്മ പറയായിരുന്നേ, പാലക്കാട് തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത്. ഇത് അമ്മ വെക്കുന്ന ഒരു രീതിയാണ്, സിമ്പിൾ മെത്തേഡാട്ടോ. അപ്പോൾ കണ്ടാലോ, നമ്മൾ കുറച്ച് കുമ്പളങ്ങ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് പട്ട ഗ്രാമ്പു എല്ലാം ചേർത്തിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ. തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പച്ചയ്ക്ക് തന്നെ കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു ഭാഗത്ത് നമ്മൾ ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാലക്കാട് രാവിലെ തന്നെ ഇങ്ങനെ ദോശയും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രം കഴിക്കാനല്ലേ, കാർന്നോമാർക്ക് വെക്കാൻ കൂടിയാണ്. അതല്ല, ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് മല്ലിപ്പൊടി മുളക് പൊടി മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം. അത്ര അധികം ചൂടാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇതിൽ നമ്മൾ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ ചേർത്ത കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ പിന്നെ ആവശ്യത്തിലധികം വെള്ളം ഉണ്ടാവാറുണ്ട്, എന്നാലും നമ്മൾ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അമ്മ ഇതൊക്കെയാണ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാനത് പറഞ്ഞപ്പോൾ അമ്മ ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. മോൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ റെഡിയായി നിൽക്കുന്ന കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, മഴ ഒട്ടും കുറയുന്നില്ല, പാവം. ഇന്നലെ ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തപ്പോഴേ അവനും വേണമെന്ന് പറഞ്ഞിട്ട് പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ ഞാൻ എഴുതി കൊടുത്തു കേട്ടോ. നല്ല ഹാപ്പിയായേ. അങ്ങനെ നമ്മൾ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ റെഡിയായി. കുമ്പളങ്ങി നന്നായിട്ട് വെന്തുണ്ട്, വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്ന് കഴിയും പരിപാടി. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കുക. അതായത് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടി. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ചാറ് എത്ര വേണോ അതനുസരിച്ച് എടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്, നമുക്ക് അത്ര ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ചെറിയൊരു ഇലയിൽ ദോശയും കറിയൊക്കെ എടുത്ത് മുകളിലേക്ക് പോവുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കാർന്നോമാർക്ക് വെക്കില്ലേ. മഴ ആയതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ അമ്മ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് വീഡിയോ പിടിച്ചപ്പോൾ അമ്മ പറയായിരുന്നേ, അമ്പിളി പാലക്കാട് തന്നെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ വീഡിയോ പിടിച്ചാൽ ശരിയാവുമെന്ന്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും പാലക്കാടുള്ളതുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ചിലപ്പോൾ ഈ രീതി ആയിരിക്കില്ല കേട്ടോ. ഇത് നമ്മളിവിടെ വെക്കുന്ന ഒരു രീതി അമ്മ കാണിച്ചു തന്നേ ഉള്ളൂ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ. ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഈ കറി കഴിക്കുന്നത്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലക്കാട് കർക്കിടക ഒന്നിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.